തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ നിരപരാധികളെ പീഡിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിയെ അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ. ആ രാഷ്ട്രീയ പ്രസക്തിക്ക് പലപ്പോഴും പിന്തുണ നൽകിയവരാണ് ഞങ്ങൾ. ഞങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷത്തോട് പറയുന്നു, ഇത് നിങ്ങൾക്ക് നഷ്ടക്കച്ചവടമാണ്. ഈ കച്ചവടത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ കേരളത്തിലെ ദളിതുകൾ, നിങ്ങളുടെ വോട്ട് ബാങ്കായി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ദളിതനെ നിങ്ങൾ തള്ളിപ്പറയുന്നത് നിങ്ങൾക്ക് നഷ്ടക്കച്ചവടമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാർ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്ക് നൽകുന്ന റിപ്പോർട്ടിൽ സംതൃപ്തരായി നിങ്ങൾ ഇരിക്കുന്നതിന് പകരം വർക്കല സംഭവത്തിന്റെ നിജസ്ഥിതി പഠിക്കാൻ പാർട്ടിയുടെ സമുന്നത നേതൃത്വവും ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ടവർ മുന്നോട്ട് വരണം. എന്നിട്ട് കാര്യങ്ങൾ അറിയുക. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ഏജൻസി ഇത് അന്വേഷിക്കേണ്ട, ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട്, വർക്കലയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കുണ്ടാകുന്നത് ഒട്ടും അഭിലഷണീയമല്ല. ഈ പ്രദേശത്തെ ജനപ്രതിനിധിക്കെതിരെ പോലും ആക്ഷേപമുണ്ട്. അദ്ദേഹം ഈ പാവപ്പെട്ടവരെ ഭീഷണിപ്പെടുത്താൻ പല സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്നത്. ഇതൊന്നും ജനങ്ങൾ മറന്നുപോകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സങ്കുചിത രാഷ്ട്രീയത്തിന്റെ ആളുകൾ മറ്റുള്ളവരോടെല്ലാം അങ്ങേയറ്റത്തെ അസഹ്യത പ്രകടിപ്പിക്കുന്നതിന് എല്ലാ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളും ശീലിച്ചുകൊണ്ടിരിക്കുന്നവർ, ആ ആളുകളും ഈ പ്രദേശത്ത് ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളമാണ്. ഏതോ മറ്റൊരു പ്രദേശത്ത് പോലെ ഭീകരതയുടെ മുദ്രാവാക്യങ്ങൾ, ഭീഷണമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പാവപ്പെട്ടവനെ പേടിപ്പിച്ച് കൂടെ നിർത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. ഇത് ജനാധിപത്യത്തിന്റെ എല്ലാ അന്തരീക്ഷങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അത്തരം ശീൽക്കാരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അവർ കണ്ണു തുറക്കണം. പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ണു തുറന്ന് വർക്കലയിൽ നടക്കുന്നത് എന്താണെന്ന് പരിശോധിക്കണം. പാവപ്പെട്ട ഗർഭിണികളെ വരെ പൊതുവഴിയിൽ പാതിരാത്രി ഇറക്കിവിട്ടിട്ട് നടന്നു പോകാൻ പറയുന്നു. ഇതെന്ത് പോലീസ്? ജനകീയ പോലീസ്, കമ്മ്യൂണിറ്റി പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ. റോഡിലൂടെ നടന്നു പോകുന്നവനെ കൈപിടിച്ചപ്പുറത്തിറക്കാൻ പോലീസിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാവപ്പെട്ട ഒരു ഗർഭിണിയെ പാതിരാത്രിയിൽ പെരുവഴിയിൽ ഇറക്കി വിടുന്നത്. ഇതാണോ കമ്മ്യൂണിറ്റി പോലീസ്? ഇത് കമ്മ്യൂണിറ്റി പോലീസ് അല്ല. അതുകൊണ്ട് ഇത്തരം ക്രൂരതകൾ പോലീസ് അവസാനിപ്പിക്കണം. ധാരാളം വനിതാ പോലീസിലുണ്ട്. ആ വനിതാ പോലീസിന്റെ സഹായമൊന്നുമില്ലാതെയാണ് പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് പാതിരാത്രി പോകുന്നത്. ഞങ്ങൾ പോയൊരു വീട്ടിൽ കണ്ടു, ആ കുടുംബത്തിന്റെ വരുമാന മാർഗമായ ഒരു ആടിനെ ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടി അതിനെ കൊന്നു എന്ന് അവർ പറഞ്ഞു. വിശ്വസിക്കാവുന്നതോ അല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നില്ല. പക്ഷേ ഇത് ദുരന്തമാണിത്, കരച്ചിലാണ്, പാവപ്പെട്ട മനുഷ്യന്റെ വിലാപമാണ്. എന്തിനാണിത് ചെയ്യുന്നത്? ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ തൊടുവേ കോളനിയിൽ പാവപ്പെട്ട ഒരു കുടുംബം ഭീകരമായി ആക്രമിക്കുന്നു ഞങ്ങൾ കൺമുന്നിൽ കണ്ടു. വെളിപ്പാടകലെ പോലീസ് ഉണ്ടായിരുന്നു. ആ പോലീസ് അവിടെ വന്നില്ല. ആ പാവപ്പെട്ട സ്ത്രീകളെ അടിക്കുമ്പോൾ അവരെ പിടിച്ചുമാറ്റാൻ, നിരപരാധികളെ ശിക്ഷിക്കുന്ന ഭീകരന്മാരെ പിടിച്ചുകൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചില്ല. പാവപ്പെട്ട 5ഓളം സ്ത്രീകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അവർക്ക് ചികിത്സിക്കാൻ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ തടഞ്ഞു. ഇങ്ങനെ ഈ രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണോ പോലീസ് ചെയ്യേണ്ടത്? ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. പോലീസ് നിയമ സംവിധാനം ഈ രാജ്യത്ത് കർക്കശവും ശക്തവുമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ നിയമത്തിന്റെയും ന്യായത്തിന്റെയും വഴിയിലൂടെ പോരടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ വഴി, ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വഴി ന്യായത്തിന്റെ വഴിയല്ല. അതുകൊണ്ട് പോലീസ് ശരിയുടെ വഴിയിലേക്ക് വരണം. ജനങ്ങളുമായി സൗഹൃദപരമായ നിലപാട് പോലീസ് സ്വീകരിക്കണം. അന്യായം കാണിക്കുന്നവരെ പിടിച്ചുകൊണ്ടുപോകാൻ കഴിയണം. ഈ രാജ്യത്ത് മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട്, അവരുടെ മേൽ ആക്രോശങ്ങൾ ചെരിഞ്ഞുകൊണ്ട്, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പിൻവലിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ, അവർ മൂഢന്മാരുടെ സ്വർഗത്തിലാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇതൊരുപാട് കണ്ടവരാണ്. ഇത്തരം പ്രതിഷേധങ്ങളുടെ മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്ന് ഈ ഇത്തരം മുന്നേറ്റങ്ങളെ നയിച്ചവരാണ് കേരളത്തിലെ പൊതുപ്രവർത്തകർ.